Hi friends, I am Dr. Rajini Ramachandran, Head Department of English, Bharat Mata College of Arts and Science, Korinambara. So today let's begin Module 2, War and Peace with Tactical Dispositions by Sun Tzu. Tactical dispositions. What's tactical dispositions? യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് സൺ സു എന്ന ചൈനക്കാരൻ എഴുതിയ ഒരു പുസ്തകത്തിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. Sun Tzu, he was a philosopher, a military strategist, and a native of Qi state in ancient China. Sun Tzu was a founder of military science in the ancient China. ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് The Art of War. It's considered to be a masterpiece, actually, on strategy for rulers and commanders those days. And the first translation of this military treatise into English was published in 1905 in Tokyo by Captain E.F. Calthrop. In 1910, Lionel Gills translated this work again in a more elaborate form with voluminous notes and footnotes. Actually, ഇത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാം ലോക യുദ്ധം നടക്കുന്ന സമയത്ത് വളരെ പോപ്പുലർ ആയ ഒരു പുസ്തകമാണ്. ആൻഡ് ഇറ്റ് ഓൾസോ emphasize the need to understand vital information about the enemy's forces, dispositions, deployments and movements. ശത്രുവിൻ്റെ എല്ലാ നീക്കങ്ങളും എങ്ങനെ വളരെ ടാക്ട്ഫുൾ ആയിട്ട് ബുദ്ധിപരമായിട്ട് നമുക്ക് നേരിടാം എന്നുള്ളതിൻ്റെ ഒരുപാട് ടിപ്സാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോണത്. ഈ ബുക്ക് ഇറ്റ്സ് എ മിലിറ്ററി ട്രീറ്റൈസ് ആക്ച്വലി വെരി യൂസ്ഫുൾ ഫോർ ആർമി to deal with how to deal with the enemies in a tactful way. അപ്പോൾ നമുക്ക് എങ്ങനെ ടാക്ട്ഫുൾ ആയിട്ട് യുദ്ധം നേരിടാം, ശത്രുക്കളെ നേരിടാം എന്നുള്ള സൺ ട്സുവിൻ്റെ ഈ ഒരു ബുക്കിൽ നിന്നും ചില ഏടുകൾ നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ അതിലേക്കൊന്ന് കിടക്കാം. സോ ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദിസ് ബുക്ക്. ആക്ച്വലി ജസ്റ്റ് എ ഫ്യൂ വേർഡ്സ്. ടാക്ടിക്കൽ ഡിസ്പൊസിഷൻസ് ഈസ് from the book The Art of War. This book consists of around 13 chapters, okay? And we will be taking this chapter, the prescribed chapter in the text is chapter 4. And the title, of course, Tactical Disposition. This chapter focuses on how good fighters should wait for an opportunity to defeat the enemy. എങ്ങനെ ശത്രുവിനെ വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ കീഴ്പ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമുക്ക് ഈ ചാപ്റ്റർ 4 തന്നിരിക്കുന്നത്. ഹി ഐഡൻറ്റിഫൈസ് ഇൻ്റലക്ട് ആൻഡ് സ്ട്രാറ്റജി ആസ് കീസ് ടു വിക്ടറി. അദ്ദേഹം പറയുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ സ്ട്രാറ്റജീസും, ഓക്കെ, നമ്മുടെ തന്ത്രങ്ങളുമാണ് നമ്മളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്നാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. സോ ക്യാൻ വി ഗോ ഇൻ ടു ദ സമ്മറി ഓഫ് ദിസ് ലെസൺ? സോ ഫ്രണ്ട്സ്, there are around 20 points that explains how a general can win a war with his strategies. Okay, so let's delve into those points. Actually, he explores, Sun Tzu explores how to take the offensive wisely by identifying and exploiting the enemy's weakness. That is important. Enemy's weakness should be identified. At the same time, you will be protecting your own vulnerabilities. നിങ്ങളുടെ പേടിയും അദ്ദേഹത്തിൽ നിന്നും ശത്രുവിൽ നിന്നും മറച്ചു വെക്കേണ്ടതും അത്യാവശ്യമാണ്. ആൻഡ് ദ എംഫസിസ് ഷുഡ് ബി ഓൺ ഫ്ലെക്സിബിലിറ്റി, ഡിസെപ്ഷൻ ആൻഡ് സ്പീഡ് ഇൻ ടേക്കിംഗ് ദ ഇനീഷ്യേറ്റീവ്. എത്ര പെട്ടെന്ന്, എത്ര നല്ല രീതിയിൽ നിങ്ങൾ ഡിഫെൻസ് ചെയ്യുന്നു, അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, അവിടെയാണ് വിജയം ഉണ്ടാവുക. ഒരു ജനറൽ യുദ്ധത്തിൻ്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പ്രസൻസ് ഓഫ് മൈൻഡ്, അദ്ദേഹം ഏത് രീതിയിലും ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാനും ബുദ്ധിപൂർവവും, പിന്നെ ആക്ഷൻ ഷുഡ് ബി ഇൻ സ്പീഡ്, പതുക്കെ അല്ലാതെ പെട്ടെന്ന് ചെയ്യാനുള്ള അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡും എല്ലാം തന്നെയാണ് യുദ്ധത്തിൽ ഒരു ജനറലിനെ വിജയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു 20 പോയിന്റിൽ അദ്ദേഹം പറയുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ജസ്റ്റ് ഗിവ് യു സം കീ ഐഡിയാസ് ഫ്രം ദീസ് 20 പോയിന്റ്സ്. Now, he says, strike where the enemy is unprepared. See, he discusses that the enemy should be striked when he is unprepared. ഒട്ടും പ്രിപ്പയർ അല്ലാത്ത സമയത്ത് വേണം എനിമിയെ ആഞ്ഞടിക്കാൻ.
So we have to try to attack weak spots, avoid strongholds. We have to move swiftly to take advantages of the enemy's confusion. അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷനിൽ നിന്ന് മുതലെടുക്കാൻ വേണം നമ്മൾ യുദ്ധസമയത്ത് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് പോയിന്റ്, സ്ട്രൈക്ക് വെയർ ദ എനിമി ഈസ് അൺപ്രിപ്പയർഡ്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ അല്ലേ? അദ്ദേഹം ഒട്ടും തയ്യാറല്ലാത്ത സമയത്തായിരിക്കണം നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത്. സെക്കൻഡ് മെയിൻ പോയിന്റ് ഇസ് ഫോഴ്സ് ദ എനിമി ടു റിവീൽ ഹിംസെൽഫ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ എല്ലാ വീക്ക്നെസ്സും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ നീക്കങ്ങൾ. സോ യു ക്യാൻ യൂസ് ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻസ് ടു ഡ്രോ ഔട്ട് ദ ഒപ്പോണൻറ്റ് ആൻഡ് ഡിസ്കവർ ഹിസ് ഇൻറ്റൻഷൻസ്. നമുക്ക് മഹാഭാരത യുദ്ധത്തിൽ എത്ര കുട്ടികൾ ഇന്ന് വായിക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ മഹാഭാരത യുദ്ധമൊക്കെ പണ്ട് കഥ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അർജുനൻ അല്ലെങ്കിൽ ദുര്യോധനൻ, കൃഷ്ണൻ, ഇവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ്, പല ടാക്ടിക്സ് അല്ലേ, ഭീഷ്മാചാര്യൻ്റെ ഒക്കെ ഒരുപാട് ടാക്ടിക്സ് മഹാഭാരത യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അല്ലേ. ചക്രവ്യൂഹം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ചക്രവ്യൂഹം എന്ന് പറയുന്നത് ഒരു വാർ ടാക്ടിക്സ് ആണ്. നമ്മളെല്ലാവരും ഇത് വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ടി വിയിൽ മഹാഭാരത സീരിയലിലൂടെയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ദീസ് ആർ ഓൾ ടാക്ടിക്സ് ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദോസ് എപ്പിക്സ്. അപ്പോൾ ദിസ് ഇസ് ഫ്രം ദ ചൈനീസ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇവിടെയും പറയുന്നത് ശത്രുവിൻ്റെ വീക്ക്നെസ്, ഒപ്പോണൻറ്റിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശത്രുവിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. സോ ഫോഴ്സ് ദ എനിമി ടു റിവീൽ ഹിംസെൽഫ്. അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് റിവീൽ ചെയ്യാൻ നമ്മളെ അദ്ദേഹത്തിനെ പല രീതിയിലും ഫോഴ്സ് ചെയ്യണം. കൺട്രോൾ ദ ടെമ്പോ ഓഫ് ബാറ്റിൽ. എങ്ങനെയാണ് ഒരു ഏബിൾ ലീഡർക്ക് മാത്രമേ ആ വാറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ he forces the leader to respond rather than reacting, and he will seize the initiative by making the first move. അതും എന്ത് തീരുമാനം, എന്ത് ടാക്ടിക്സ് എടുക്കുകയാണെങ്കിലും ആ ഇനീഷ്യേറ്റീവ് നമ്മൾക്ക് ഫേവറായി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇദ്ദേഹം ഈ ടാക്ടിക്സിൽ പറയുന്നത്. നോ യുവർ ടെറൈൻ ആൻഡ് ടൈമിങ്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, എവിടെയാണോ യുദ്ധം ചെയ്യുന്നത്, ഏത് സമയത്താണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. Offensive success depends on using the terrain, surprise and timing effectively. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം, ഇത് അറിയാനും. ഇത് നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ചെയ്താൽ, ഞാൻ നിൽക്കുന്നത് ശത്രുവിൻ്റെ മണ്ണിലാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണം. എങ്ങനെയാണ്, ഏത് ഭാഗത്ത് പോയാൽ ഞാൻ രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ അറ്റാക്ക് ചെയ്താലാണ്. സോ ഇങ്ങനത്തെ ടെറൈനും അതുപോലെ ടൈമിങ്സും, ഏത് ടൈമിങ്ങിൽ ഞാൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കണം. Never repeat tactics that have succeeded in the past without adapting them to the current context. പഴയ ടാക്ടിക്സ് ഉപയോഗിക്കുമ്പോഴും വളരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. So the best offense targets the enemy's weakness, uses deception and maintains flexibility. So കുറേ കാര്യങ്ങൾ നമുക്ക് പുതുമയുള്ളതാണ്, ബിക്കോസ് നമ്മളാരും യുദ്ധതന്ത്രങ്ങളൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ പുസ്തകത്തിലൂടെയും ഒരുപാട് എപ്പിക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പുസ്തകത്തിലൂടെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു യോദ്ധാവിന് എങ്ങനെ തൻ്റെ ശത്രുവിനെ കീഴ്പ്പെടുത്താം എന്നുള്ള ഒരു ചെറിയ ബ്രീഫിംഗ് ആണ് ഈ 20 പോയിന്റിലൂടെ സാൻസു പറയുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് സം questions from the textbook. Again, the usual 2 marks, 5 marks and essay questions. So 2 marks questions, most of the answers are from these points, 20 points. And friends, please underline or learn the important points, how to defeat an enemy. Those points are very important because the questions are based on that. Your strategies for defeating the enemies. Okay, so let's discuss the first question. In whose hands lies the opportunity of defeating the enemy? So the answer is from the point 2. Just check point 2. To secure ourselves against defeat lies in our own hands, but the opportunity of defeating the enemy is provided by the enemy himself. That's what Sansu is telling. The enemy himself will give an opportunity to be defeated. So that is the answer for that question. There are 4 questions. Who is a victorious strategist according to Sun Tzu? Again, victorious strategist according to Sun Tzu, see point 15.
where he says only 6 battle after the victory has been won, whereas he who is destined to defeat first fights and afterwards looks for victory. So that is the answer for question 2. What kind of tactics is implied by the security against defeat? Third question, and security against defeat, point 5. See, implies defensive tactics, ability to defeat the enemy means taking the offensive. So that point, the keywords that you write from those points. And the fourth question, who is a clever fighter according to the ancients? Again, point 11, where you have what the ancients called a clever fighter is one who not only wins but excels in winning with ease. So these are the answers for short questions. You can also write paragraph questions as paragraph questions have to be answered in around 100 words, minimum 100 words, that is a 1 page, at least 1 page of your university paper or at least 1.5 page of your university paper. Identify the characteristics of a good fighter. For this, you have to introduce the author, write a summary of all the 20 points. At least a few points where it discusses about the victory and about the good fighter. So only those points you can elaborate and write into a short essay. One may know how to conquer without being able to do it. Elaborate. Again, you have to take only the points that explain about the tactics of defeating the enemy. So you have to pick and choose those points and make it a paragraph. And discuss the 5 elements of military method. Now that's a very easy question actually. The 17th point, simply elaborate the 17th point. You see, in respect of military method, we have firstly measurement, secondly estimation, thirdly calculation, fourthly balancing of chances, and fifthly victory. So these points you can elaborate and make it into a paragraph. Few points. All the answers will you will be able to answer if you are thorough with these 20 points. So that goes with paragraphs. And see the essay questions, dear friends. Comment on the war strategies adopted by the different nations in the 21st centuries. How do they vary from that of ancient period? This is a general questions. At least you should have some reference of the wars that's happening around us in 21st century. Please select. See, the answer for this question is very easy. You select at least 2 to 3 wars that recently happened or is happening even now, and you can elaborate the chief causes, how the strategies are, the military equipments used. That is the difference from old ancient time and the new time. So you can discuss and describe all those differences in this essay and give a beautiful conclusion on your perspective of war and the differences. Discuss the idea of a disciplined army as established in Sun Tzu's The Art of War. So the Art of War, only one chapter we have taken here, isn't it? The whole book is actually explaining lot of things. So just what you have to do is try to get a summary of the whole book and take down points that will definitely give you ideas about the disciplines Sun Tzu has explained for a soldier. So those points alone you can explain and elaborate the essay. Hope you will definitely write the apt answers to these questions. Of course, a small research has to be done when this chapter is concerned, because we are unaware about all the tactics or wars. So just a small research work you have to do, and you have a lot of sources for that. So hopefully you will have a great time answering these questions. Dear friends, hope you all understood and liked these videos. We are planning to share more videos to the students which will be useful from the point of view of examination. So thank you for watching. Thank you so much.